ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്നുകിൽ ഞാനെടുത്ത് ക്യാമറ ഓണാക്കി വെക്കുമ്പോ പിന്നെ മെമ്മറി ഫുള്ള്. ഓക്കെ, എത്രയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് അത് കിട്ടുന്നില്ല. മെമ്മറി ഫുൾ എന്നും പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഉടനെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ എന്നും പറഞ്ഞ് വന്നിട്ട് ഈ വീഡിയോ ഒന്ന് ഓഫായി പോകും, നമ്മൾ അറിയില്ല. ഇന്നും അതങ്ങനെ ഓഫായി. പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഇപ്പം വീഡിയോ ഓൺ ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കൊണ്ട് അത് ഞാൻ മനസ്സിലാക്കി പെട്ടെന്ന് അത് മാറ്റിയിട്ട് വീഡിയോ ഓണാക്കി. കുറച്ച് പോർഷൻ മാത്രമേ മിസ്സിംഗ് ആയുള്ളൂ. പിന്നെ അതും അല്ലെങ്കിൽ എന്താണെന്നറിയാമോ, നമ്മൾ ഈ വീഡിയോ ഓണാക്കി വെച്ചിരിക്കുന്ന ഒരു കോൾ വന്നു കഴിഞ്ഞാൽ അത് പറ്റുന്നില്ല. വീഡിയോ ഒന്ന് ഓഫായി പോകും. മനസ്സിലായോ? കോള് കട്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ കോള് കട്ടായില്ലെങ്കിൽ വീഡിയോ ഓഫ് ആകുന്നില്ല. പക്ഷെ കോള് കട്ടായി കഴിയുമ്പോൾ ചില സമയത്ത് വീഡിയോ അങ്ങ് ഓഫായി പോകുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അറിയില്ല. കാരണം ഈ വീഡിയോ ഓൺ ആയതുകൊണ്ട് എന്താണെന്നറിയാമോ, റിങ് അടിക്കില്ല, റിങ് നമുക്ക് കേൾക്കില്ല, സൗണ്ട് കേൾക്കില്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അത് ഓഫായി പോകാറുണ്ട്. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ഇതിങ്ങനെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയ്ക്ക് ഒരു പ്രശ്നം പറ്റിപ്പോയി. ക്യാമറ ഇപ്പൊ ഓൺ ആകുന്നില്ല. എനിക്ക് തോന്നുന്നു ബാറ്ററി പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. അത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. അത് ഇങ്ങനെ നടക്കാതിരിക്കുവാണ്. ഇത് സോണിയുടെ മറ്റേ മൂവി ക്യാം ആണ് കേട്ടോ, ഹാൻഡി ക്യാം ആണ്. ഇത് വാങ്ങിച്ചിട്ട് എത്ര വർഷമായെന്നറിയോ? 17 വർഷമായി അല്ലേ. അപ്പൊ പക്ഷെ അത് അന്ന് തന്നെ ഞാൻ മേടിച്ചപ്പോ തന്നെ ഇത് HD ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമില്ലാതെ ഇത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റി. അപ്പൊ ഇനി ഒന്ന് കൊണ്ടുപോയി നോക്കണം, എന്താണ് ബാറ്ററിയുടെ ആണോ അത് വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് ആണോ. ബാറ്ററിയുടെ ആവാനാണ് ചാൻസ് കൂടുതൽ. കാരണം ഇതിങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് ഓൺ ആകുന്നില്ല. സാധനം നോർമലി ഓട്ടോമാറ്റിക് അത് ഓൺ ആവും. പിന്നെ അതുപോലെ ബാറ്ററിയുടെ ഡ്യൂറേഷൻ ഒക്കെ കുറഞ്ഞു. മനസ്സിലായില്ലേ? 2.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിപ്പോ കുറഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറായി നിൽക്കുമായിരുന്നു. അത് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആയി. ഇത്രയും വർഷമായില്ലേ, അപ്പൊ ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും ഇത് കൊണ്ടുപോയി നോക്കണം. പക്ഷെ ഇപ്പൊ ഇതിനുള്ള ഒരു പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ പുതിയ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല. അതായത് എക്സ്ട്രാ മൈക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കത് പുതിയൊരെണ്ണം വാങ്ങിക്കണമെന്നുണ്ട്. പക്ഷെ ഇത് കളയാനായിട്ട് മനസ്സില്ല. കാരണം ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച ക്യാമറയാണ്. 2009 വാങ്ങിച്ചതായത്. കണ്ട, അപ്പൊ ഇത് കളയാനുള്ള ഒരു മനസ്സെനിക്കില്ല. എന്തായാലും ഇത് ഞാൻ പുതിയത് മേടിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞാൻ ബാറ്ററി മാറ്റി റെഡിയാക്കി വെക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഇൻട്രൊഡക്ഷൻ തന്നെ കുറച്ച് കൂടിപ്പോയി അല്ലേ, ലെങ്തി ആയിപ്പോയി. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്നെന്ന് പറഞ്ഞാല് ഒരു ഫുൾ ലഞ്ചിനൊക്കെ ഉള്ള 3 കറികൾ, വെജ് കറിയാണ്. കാരണം ഇന്ന് മീനൊന്നുമില്ല. ചേട്ടൻ ഇന്ന് മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇന്ന് സൺഡേ അല്ലേ, മീനൊന്നുമില്ല. അപ്പൊ എല്ലാം ഇന്ന് വെജ് കറികളാണ്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഇത്രയും സ്പീഡിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. സിമ്പിൾ ആണ്, ടേസ്റ്റിയാണ്. പക്ഷെ എല്ലാവരും ഇതെല്ലാം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ എന്നാലും നമ്മളിപ്പോ തോരൻ വെച്ചാൽ പോലും പലരും ഉണ്ടാക്കുന്ന പല രീതിയിലായിരിക്കും അല്ലെ. അപ്പൊ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പൊ ഒരു കാര്യം മറക്കല്ലേ, വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മുടെ ലോങ് വീഡിയോക്ക് കുറച്ച് വ്യൂ ഒക്കെ കുറവുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ടുനോക്കാം. അപ്പൊ നമ്മൾ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കോവയ്ക്ക ഇട്ട് കൊടുക്കാം. കോവയ്ക്ക ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞത്. പക്ഷേ എൻ്റെ ജേട്ടൻ എപ്പോഴും നീളത്തിൽ അരിയുന്നത് ഇഷ്ടം കേട്ടോ. എനിക്കത് ഇച്ചിരി പ്രയാസമാണ് നീളത്തിൽ അരിഞ്ഞെടുക്കാൻ. ചെറിയൊരു വഴുവഴുപ്പും കൂടെ ഉള്ളതുകൊണ്ടേ കയ്യിൽ ഇങ്ങനെ വെച്ച് അരിയാൻ പ്രയാസമാണ്. അപ്പം ഞാൻ എപ്പോഴും കൂടുതലും അരിയുന്നത് ഈ വട്ടത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പം പിന്നെ ഇത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ലപോലെ സിമ്മിലിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം. കുറച്ച് സമയം എടുത്ത് ചെയ്യണം. അപ്പോഴാണ് ഈ കോവയ്ക്കയുടെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒന്ന് ഇളക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വേറെ വെള്ളം ഒന്നും അങ്ങനെ ഒഴിക്കണ്ട. ഇത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആവിയിൽ ഇരുന്നിട്ട് തന്നെ ഇതങ്ങ് വേവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ ക്യാമറ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ തൽക്കാലം ഇതിനെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയാണ്. ആ സമയത്ത് ഞാൻ വേറൊരു പാൻ വെച്ചു. അതിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു, വെറ്റൽമുളകിട്ടു. ഓക്കെ, അപ്പൊ കടുക് നല്ലതുപോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ബീൻസ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബീൻസ് തോരന് വേണ്ടിയിട്ടാണ്. അപ്പൊ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കഴിഞ്ഞ് ബീൻസ് തോരന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് നമുക്കിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പൊ ഞാൻ തോരൻ വെക്കുമ്പോഴേലും അതെ, എണ്ണ കുറച്ചൊഴിച്ചിട്ട് സ്വല്പം വെള്ളം തളിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. സ്വല്പം വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിച്ച് വേവിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ആ സമയത്ത് 2 ഗുണം എന്ന് പറഞ്ഞാൽ, ഒന്ന് നല്ലപോലെ വെന്ത് കിട്ടാൻ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ എണ്ണ നമുക്ക് കുറച്ച് മതി. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും പിന്നെ മുളക് പൊടി. ഓക്കെ, ഇത്രയാണ് ചേർക്കുന്നത്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു 2 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഈ തോരനൊക്കെ വെള്ളം ഒഴിച്ച് കഴിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടുമ്പോഴേ ഒരു ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ എന്താ ചില സമയത്ത് എണ്ണയിൽ മാത്രം നമ്മൾ വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും. കുറച്ച് വെള്ളം, 1/4 ഗ്ലാസ് ഒഴിച്ചിട്ടില്ല കേട്ടോ, വളരെ കുറച്ച്, 1/4 ഗ്ലാസ്സിലും താഴെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് വെള്ളം ഒഴിച്ചിരിക്കുന്നതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടേ.
ഉണ്ട്. ഇടയ്ക്കൊന്ന് നമുക്ക് തുറന്നിട്ട് ഇളക്കി ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തേങ്ങ, ഞാൻ തേങ്ങ തിരുവിയത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കാണ്. കണ്ടോ, വെള്ളം നന്നായിട്ട് വറ്റിയിട്ടില്ല. അതിന് മുന്നേ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഈ അരപ്പ് തേങ്ങയിലൊക്കെ പിടിക്കും. പിന്നെ തേങ്ങയും ഒന്ന് ചൂടായി കിട്ടും. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. നമ്മുടെ ചാനൽ കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ. വീണ്ടും കുറച്ച് സമയം ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. വീഡിയോ കട്ട് ചെയ്യുന്നതാണ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും സമയം നമ്മൾ വെച്ചോണ്ടിരിക്കണ്ടല്ലോ. അപ്പം ഒരു 2-3 മിനിറ്റ് വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും തുറന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ തോർത്തി എടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ. പൊടി ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യമേ ഇടണമെന്നില്ല. ഒന്ന് വെന്തതിന് ശേഷം ഉപ്പിടുന്നതാണ് നല്ലത്. അതുപോലെ കോവയ്ക്കയിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇതുവരെ. ഉപ്പ് നമുക്ക് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഇടാം. ഓക്കെ. അപ്പൊ ആ സമയം കൊണ്ട് ഞാനിവിടെ രസത്തിന് ചെയ്തിരിക്കുകയാണേ. ഒരു 3 അല്ലി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, പിന്നെ കുരുമുളക്, ജീരകം ഇത്രയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു അര തക്കാളി, പിന്നെ അതുപോലെ അര സവാള. ഓക്കെ. ബാക്കി നമ്മൾ അതിലിട്ട് വഴറ്റി ഇടാൻ വേണ്ടി വെച്ചിരിക്കുവാണ്. അപ്പൊ ഇത് ഇത്രയും കൂടെ അരച്ചൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പൊ കായ്പ്പൊടി ഞാൻ ഇതിൽ ചേർത്തില്ല. കായ്പ്പൊടി നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പൊ ഇത് നമ്മൾ നല്ലപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞാൽ മതി. അങ്ങനെ വലിയ ഇതൊന്നും ആക്കണ്ട. അത് നല്ലപോലെ ഒന്ന് നല്ല പേസ്റ്റ് ആക്കി എടുക്കുക. അരച്ച് നല്ലപോലെ പേസ്റ്റ് ആക്കി എടുക്കാം. കേട്ടോ, തോരൻ ഇപ്പൊ റെഡി ആയി കഴിഞ്ഞു. വലിയ എഡിറ്റിംഗ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. പെട്ടെന്നാകുന്ന സാധനമാണ്. നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ കോവയ്ക്ക ഇത്രയും ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് മുളക് പൊടി ഇട്ടു. ശരിക്കും ഈ മുളക് പൊടി ഇടുന്നതിനേക്കാളും നമുക്ക് ടേസ്റ്റ് ഏതാണെന്നറിയാവോ? ചില്ലി ഫ്ലേക്സ് ഇടുന്നതാണ്. ഓക്കെ. അപ്പൊ ചില്ലി ഫ്ലേക്സും ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം വരും. നല്ലൊരു അത് മൊരിഞ്ഞു വരുന്ന സമയത്ത് നല്ല മണം വരും. ആ മുളകിന്റെ ചെറിയ കഷ്ണങ്ങളെ. പിന്നെ ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്തിരിക്കുന്നത്. ഉപ്പും കൂടെ ചേർത്തിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു. ഓക്കെ. അതിനുശേഷം ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. കണ്ടോ, ഇത് ഇപ്പൊ ജസ്റ്റ് വെന്തിട്ടുണ്ട്. പക്ഷെ ഇതിന് നല്ലതുപോലെ മൊരിഞ്ഞു വരണം. ഈ പാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാനാണ് കേട്ടോ. ഇച്ചിരി വലിപ്പവും ഉണ്ട്. അതുപോലെ പിന്നെ നമുക്ക് വിസ്തരിച്ച് ചെയ്യാം. കൈക്ക് ഒരു പിടിയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വാങ്ങിച്ചിട്ട് കുറേ വർഷമായി. എനിക്ക് തോന്നുന്നു ഒരു 10-16 വർഷത്തോളമായി. ഇനി അടുത്തത് അത് ഞാൻ വീണ്ടും അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിരിക്കുക കേട്ടോ. സിമ്മിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് രസത്തിനുള്ളത് റെഡിയാക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി തക്കാളിയും പകുതി സവാളയും. ഓക്കെ. ബാക്കി പകുതി നമ്മൾ അതിൽ കൂടെ അരച്ചിട്ടുണ്ട്. പേസ്റ്റ് ആക്കി കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞ് 2 തൊണ്ടമുളക് കൂടെ കീറിയിടുവാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിന് തൊണ്ടമുളക് ഇടുന്ന സമയത്ത്. നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം കാണിച്ച ഒരു ടൊമാറ്റോ കിച്ചടിയില്ലേ, അതും അതുപോലെ കേട്ടോ. നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എല്ലാത്തിനും വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ മറ്റേ സൺഫ്ലവർ ഓയിലൊന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു മുളക് പിച്ചിട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഉലുവ ഇട്ട് കൊടുക്കുക. കാരണം ഉലുവ അതിൽ കടന്ന് കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈപ്പരസം വരും. അപ്പോൾ അതുകൊണ്ട് ഇത് കടുക് പൊട്ടി തുടങ്ങിയ ശേഷം കുറച്ച് ഒരു 3-4-5 മണി ഇട്ട് കൊടുത്താൽ മതി. ഉലുവ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് കറിവേപ്പില ഇടണം. അപ്പോൾ ഇത് പൊട്ടിയ ഉടനെ കറിവേപ്പില ഇട്ടു. അതിനുശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും തൊണ്ടൻ മുളകും സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. കൊച്ചുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ചും കൂടെ ടേസ്റ്റ് വരും. അപ്പൊ ഇവിടെ രസം എന്ന് പറയുമ്പോഴേ എന്റെ ചേട്ടൻ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന രസം അത്ര ഇഷ്ടമല്ല. ഇഷ്ടമുണ്ട്, കുടിക്കാൻ ഇഷ്ടമുണ്ട്. പക്ഷെ ചോറിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി കൊഴുപ്പ് വേണം. അപ്പൊ പണ്ട് സലീം കുമാർ പറഞ്ഞപ്പോ വെറൈറ്റി വേണം, അത്ര വെറൈറ്റി. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ അരച്ചങ്ങ് പേസ്റ്റ് ആക്കുക. ഈ തക്കാളിയും സവാളയും കൂടെ അരച്ച് പേസ്റ്റ് ആക്കുന്ന സമയത്ത് നല്ല കുറുകി വരും, നല്ല കുറച്ചൊരു കൊഴുത്ത് വരും. അപ്പൊ അതൊരു വെറൈറ്റി ആവും. അപ്പൊ കൊഴുപ്പ് കിട്ടിയില്ല എന്ന് പറയില്ല, കൊഴുപ്പും കിട്ടും. നമുക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും. തക്കാളിയല്ലേ, തക്കാളിയും അതുപോലെ സവാളയും. അത് നമ്മൾ ഏത് ഇതിനായാലും നമുക്ക് ഒരു തിക്നെസ്സിന് വേണമെങ്കിൽ സവാളയും തക്കാളിയും അരച്ച് ചേർക്കാമെങ്കിൽ ആ കറിക്ക് ഒരു തിക്നെസ് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിതിൽ അരച്ചു വെച്ചിരിക്കുന്ന ഈ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം.
ഈ സമയത്ത് നമ്മുടെ കോവയ്ക്ക് അപ്പുറത്ത് ഇരിപ്പുണ്ട്, അത് ഓർമ്മ വേണം. അത് ഇടയ്ക്കൊന്ന് പിന്നെ ഇളക്കിയിട്ടോണേ, അങ്ങനെ ചെയ്യുന്നവര്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അല്ലാതെ വലിയ ആൾക്കാർക്കൊക്കെ അതറിയാം. പിന്നെ നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. പിന്നെ കായപ്പൊടി മെയിനാണ്, രസത്തിന് അത്യാവശ്യമുള്ള ഒരു സംഭവമാണ് കായപ്പൊടി എന്ന് പറയുന്നത്. ഈ രസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് തരം രസം ഉണ്ടല്ലേ, ഒരുപാട് പേര് പല പല തരത്തിലുള്ള രസം വയ്ക്കുന്നുണ്ട്. ഇപ്പൊ വേറൊരു സംഭവം കൂടെ വന്നിട്ടുണ്ട്, മോര് രസം എന്ന് പറഞ്ഞിട്ട്. ഈ ഇതുപോലെയുള്ള അരപ്പ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ കടുവറുത്തിട്ട് അത് കൂട്ടിട്ട് ഇളക്കിയതിന് ശേഷം പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മോരൊഴിച്ചിട്ട് ഇളക്കിയെടുക്കും. ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കിയില്ല. ഒരു ദിവസം എനിക്കത് ഉണ്ടാക്കി നോക്കണമെന്നുണ്ട്, ഒരു ദിവസം ഉണ്ടാക്കണം. ഏകദേശം ഇത് തന്നെ, ഇതുപോലത്തെ അരപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് കടുവറുത്തിട്ട് ആ ഇളക്കി കൂട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതിൽ പുളി ഒഴിക്കുന്നതിന് പകരം മോരൊഴിച്ചാൽ. ഓക്കെ, നമ്മൾ കുറച്ച് പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഉണ്ടായിരുന്നു. ഇവിടെ ചേട്ടൻ ഒരുപാട് പുളി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ പുളി കുറച്ച് ഒരു ലിമിറ്റിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത് ഒരു തരത്തിൽ നല്ലതാണ്, കാരണം ഇപ്പൊ പറയുന്നത് ഉപ്പ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഉപ്പ് കുറയ്ക്കണമെങ്കിൽ പുളിയുടെ അളവും കൂടെ കുറച്ചാലേ ഉപ്പ് കുറയുള്ളൂ അല്ലേ. പുളി ഇത്ര കൂടുന്നു അത്രയും നമ്മൾ ഉപ്പ് കൂടുതൽ ഉപയോഗിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ തിളച്ച് നല്ല കൊഴുത്ത് കുറുകി വരും. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെ ഇത്തിരി അടച്ചു വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് അടച്ചു വെച്ച് കൊടുക്കുന്ന സമയത്ത് ശരിയായിട്ട് സ്റ്റീമറിന്റെ തട്ടാണ്. ഓക്കെ, രസം അപ്പുറത്തോട്ട് മാറ്റി അത് അവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കോവയ്ക്ക് നല്ലപോലെ ഇളക്കിയിട്ട് കൊടുക്കാം. കണ്ടോ, ഇതിപ്പോൾ നല്ല മുരിഞ്ഞു തുടങ്ങി അല്ലേ. അപ്പോൾ നല്ല പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ, പുറം പിന്നെ ക്രിസ്പി ആവും, ഉള്ളു ഭാഗം ഇങ്ങനെ നല്ല കട്ടിയായിട്ടിരിക്കും, വേവില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റ് ആവും. നമ്മൾ സിമ്മിലിട്ട് ചെയ്യുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവും ചെയ്യും, എന്നാൽ പുറം നല്ലപോലെ മുരിഞ്ഞു കിട്ടുകയും ചെയ്യും. കൂടുതൽ ഇങ്ങനെ ഡ്രൈ ആയി വടി പോലെ ആക്കണ്ട. അങ്ങനെ ആക്കുന്നത് ചിലർക്ക് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ ജേട്ടന് അത്ര ഇഷ്ടമല്ല. ഇത് അടച്ചു വെച്ച് വേവിക്കുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും, എണ്ണ കുറച്ച് മതി. പിന്നെ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതിന്റെ ഈർപ്പം കൊണ്ട് തന്നെ വേന്ത് കിട്ടുന്നതാണ്. ഞാനല്ലാതെ വേറെ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കാറില്ല. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് തന്നെ ഇടാൻ ശ്രമിക്കുക. അത് ഭയങ്കര മണവും ടേസ്റ്റുമാണ് കേട്ടോ. സാധാരണ ഞാൻ മെഴുക്കുവരട്ടിയിൽ ചില്ലി ഫ്ലേക്സ് ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു കളറിന് വേണ്ടിയൊക്കെ മുളക് പൊടി ഇട്ടാലും അതിന്റെ കൂടുതൽ ചില്ലി ഫ്ലേക്സും കൂടി ഇടും. ഇങ്ങനത്തെ മെഴുക്കുവരട്ടിക്കൊക്കെ ഞാൻ കൂടുതലും ചില്ലി ഫ്ലേക്സ് ആണ് ഇടുന്നത്. പിന്നെ ഉരുളക്കിഴങ്ങ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടി മുളക് പൊടിയും ഇടും, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടും, പകുതി പകുതിയായിട്ടിടും. അടിപൊളി ടേസ്റ്റാണിത്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോവയ്ക്കാന്ന് പറഞ്ഞാൽ ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളതാണ്. പിന്നെ ഫ്രൈ അല്ലേ, അത് ഇതല്ല, ഹെൽത്തി അല്ല എന്ന് പറയണ്ട. കാരണം ഞാനിവിടെ നമ്മൾ തോരനൊക്കെ ഉപയോഗിക്കുന്ന അത്രയ്ക്കുള്ള എണ്ണയെ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് സിമ്മിൽ വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തി അല്ല എന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ലാത്ത സംഭവം തന്നെയാണ്. സാധാരണ ഇങ്ങനത്തെ പാത്രമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്നറിയാമോ, പിടിച്ചെടുക്കാനും അതെ നല്ലപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. പിന്നെ എന്നെ സംബന്ധിച്ച് ഇങ്ങനെ വലിയ പാത്രത്തിയിട്ട് ഇളക്കി തവിയിട്ട് രണ്ട് തട്ടൊക്കെ തട്ടി, ഞാൻ ആദ്യമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ ശബ്ദം കേൾക്കുമായിരുന്നു. അപ്പോൾ പിള്ളേർ ചോദിക്കുമായിരുന്നു കേട്ടോ, എന്തിനാ ഇങ്ങനെ തട്ടി ശബ്ദം കേൾപ്പിക്കുന്നതെന്ന് ചോദിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ തട്ട ശബ്ദമൊന്നും കേൾക്കില്ല. പിന്നെ ഇതുപോലത്തെ വേറൊരു പാത്രം മേടിക്കാൻ വേണ്ടി ഞാൻ നോക്കി, ഇതുപോലത്തെ ഒരു ഇറ്റാലിയൻ പാൻ വാങ്ങിക്കാൻ നോക്കി, പക്ഷെ ഇതുവരെ കിട്ടിയില്ല. പിന്നെ ഇടയ്ക്ക് ഒരെണ്ണം മേടിച്ചത് പിന്നെ അത് പക്ഷേ ഇത്രയും ഇതല്ല എന്ന് തോന്നുന്നു, ഇത്രയും വലിപ്പം ഇല്ലാന്ന് തോന്നുന്നു, കുറച്ചും കൂടി ചെറുതാണ്. അന്ന് എന്തോ ഞാൻ പോയപ്പോൾ ഈ ഒരു സാധനമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ കടയിൽ. ഇടട്ടുമാനത്ത് തന്നെ ചാലക്കകത്ത് വലിയ കടയാണ്, അവിടെ കയറിയത്. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം 17 വർഷത്തോളമായി, ഞാൻ 16 വർഷമായി ഇത് വാങ്ങിച്ചിട്ട്, ഈ പാൻ വാങ്ങിച്ചിട്ട്. കണ്ട ഇത് കുറുകി വരുന്നുണ്ട്, പക്ഷെ ഒന്നും കൂടെ തിളയ്ക്കണം, കുറച്ചും കൂടി ഇതായി വരണം. ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ചിലർ ഇതിൽ പരിപ്പൊക്കെ ഇടും അല്ലെ, കൊഴുത്ത് കിട്ടാൻ വേണ്ടി പരിപ്പിടും, പരിപ്പ് വേവിച്ച വെള്ളം ഒഴിക്കും. ഞാനതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ കാരണം നമ്മൾ സാമ്പാറിന്റെ ആ ഒരു ടേസ്റ്റ് വരണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളിയും സവാളയും കൂടെ അരച്ച് ചേർത്തത്. ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത്. കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്, ഞാനതിൽ ചേർത്തിട്ടുണ്ട്. കാരണം നമ്മൾ ചോറിൽ ഒഴിക്കുന്നുണ്ടേ, തീരെ കുറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത് കാണില്ല. ചോറിൽ ഒഴിക്കുമ്പോൾ ഇച്ചിരി ഒരു ഉപ്പ് വേണം. പിന്നെ നമുക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയിലയാണ് ചേർക്കേണ്ടത്. എന്നാൽ ഇത് നല്ലപോലെ വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയില.
ഓക്കെ, ഒന്നും കൂടെ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് 2-3 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇത് കൂടുതലും വോയിസ് ഓവർ ഇടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ എടുക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാമറയിൽ ഭയങ്കരമായിട്ട് ഒച്ച കേൾക്കും. നമ്മൾ സാധാരണ നേരിട്ട് കേൾക്കുന്ന പോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ തുടങ്ങിയത്. കണ്ടോ, അടിപൊളി രസമാണ്, സൂപ്പറാണിത്. അപ്പോൾ കൊഴുപ്പിന് കൊഴുപ്പുമായി, വെറൈറ്റി അല്ലേ? കണ്ടോ, നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിത് തീ അണച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ ഇരുന്ന് തിളയ്ക്കും. ഞാൻ ഇപ്പം അണച്ചിട്ടില്ല, അണച്ചു കഴിഞ്ഞാലും ഇതിങ്ങനെ ഇരുന്ന് തിളച്ചുകൊണ്ടിരിക്കും. എത്ര മല്ലിയിലയുണ്ടോ അത്ര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് തിളയ്ക്കുമ്പോൾ തന്നെ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാവാതിരിക്കും. ഇനി നമുക്ക് ചോറ് വിളമ്പി നോക്കാം, എങ്ങനെയുണ്ട് അത് കാണണ്ടേ? ഇതെല്ലാം വെച്ചിട്ട് ഒന്നുകൂടെ ഉപ്പ് നോക്കട്ടെ. ഓക്കെ, പെർഫെക്റ്റ് ആണ്, സൂപ്പറാണ്. അടച്ചു വെച്ചു, ഗ്യാസ് വെച്ചു. ഇനി വിളമ്പുമ്പോൾ കാണിക്കും. ഫ്രൈ, ബീൻസ് തോരൻ, പിന്നെ രസം ഒഴിച്ചിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും എനിക്ക് തൈര് മസ്റ്റാണ്, ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഒരു സ്പെഷ്യൽ ഐറ്റം, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, മേടിച്ചതാണേ. ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, മേടിച്ചതാണേ. മാങ്ങാപ്പേരട്ട് അടിപൊളിയാട്ടോ, സൂപ്പർ. ഞാൻ തൈരെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുക, അതാണ് എനിക്കിഷ്ടം. തൈരെല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. രസവും തൈരും ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കട്ടെ. മാങ്ങാപ്പരട്ട് ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ പലയിടത്തും കിട്ടുന്നയാ. കുമാർ പിക്കിളിന്റെ മാങ്ങാപ്പരട്ട് സൂപ്പർ. കിടിലം. പിന്നെ ബീൻസ് തോരനും ഈ രസവും തൈരും കൂടെ മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ, ഭയങ്കര രസമാണ്, ഭയങ്കര രസവും. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.